ടഡാൻ! വെൽക്കം ബാക്ക്. നമ്മൾ യൂണിറ്റ് 2 ആയിട്ട് വന്നിരിക്കുകയാണ്. യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നത് ചെറിയ കാര്യങ്ങളൊക്കെയാണ്. ബേസിക് പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമിയാണ് പറയുന്നത്. ഓക്കെ, സോ ബേസിക് പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമി ഓർ സെൻട്രൽ പ്രോബ്ലം അല്ലെങ്കിൽ സ്കേഴ്സിറ്റി എന്ന് പറയാം കേട്ടോ. അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഡിസ്കഷൻ മുഴുവനും. സിമ്പിൾ ചാപ്റ്ററാണ്, സിമ്പിൾ യൂണിറ്റാണ്, ഫസ്റ്റത്തെ ചാപ്റ്ററിൻ്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നതിന് സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നു, സ്കേഴ്സിറ്റി എന്നും പറയുന്നു ഓഫ് എൻ എക്കോണമി. എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. എന്നിട്ട് ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിന് ഓൾട്ടർനേറ്റീവായിട്ടുള്ള യൂസസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട്. അതായത് എക്സാമ്പിൾ മണി ലിമിറ്റഡ് ആണ്. ഈ മണി വെച്ച് ഓൾട്ടർനേറ്റീവായിട്ടുള്ള യൂസസ് ഉണ്ട് അല്ലേ? എന്തിനൊക്കെ മണി യൂസ് ചെയ്യും? വെറൈറ്റി യൂസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ മിനറൽസ് ആയാലും, ഫോർ ബെസ്റ്റ് എക്സാമ്പിളാണ് കോൾ. ഇവിടെ പറയുന്നുണ്ട് കോൾ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കും, ഡൊമസ്റ്റിക് കുക്കിംഗ് പേർപ്പസിന് ഉപയോഗിക്കും. അതുപോലെ തന്നെ മെനി പേർപ്പസ് ഉണ്ട് കോളിന്. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് റിസോഴ്സ് തന്നെ ഓൾട്ടർനേറ്റീവ് യൂസസ് വരുന്നുണ്ട്. എന്നിട്ട് ഈ റിസോഴ്സ് ആണെങ്കിലും അത് ലിമിറ്റഡും ആണ്. ഇതാണ് ശരിക്കും സ്കേഴ്സിറ്റി പറയുന്നത്, അല്ലെങ്കിൽ ഇതാണ് ശരിക്കും ഒരു സെൻട്രൽ പ്രോബ്ലം. ഓക്കെ, അപ്പം ഇവിടെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നാച്ചുറൽ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ആണ്. നാച്ചുറലി ഉണ്ടാവുന്ന വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസോഴ്സസിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ മാൻ മെയ്ഡ് ആയിട്ടുള്ള റിസോഴ്സ് ഉണ്ട്. അതെന്തൊക്കെയായിരിക്കും? മാൻ മെയ്ഡ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്സ് യൂസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ. അത് മാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മിഷനറി, അതൊക്കെ റിസോഴ്സാണ്. ഓക്കെ, ഇനി അടുത്തതാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഗുഡ്സ്. ഓക്കെ, ഫൈനൽ കൺസംഷൻ ഉപയോഗിക്കുന്ന ഗുഡ്സ്. നെക്സ്റ്റ് മണി, അതുപോലെ തന്നെ ടൈം. ഇതൊക്കെ ടൈമൊക്കെ മണീനേക്കാളും അടിപൊളി റിസോഴ്സാണ് അല്ലേ? അപ്പോൾ മണി എന്ന് പറഞ്ഞത് ക്യാപിറ്റലാണ്, അതൊരു റിസോഴ്സാണ്. ടൈം എന്ന് പറഞ്ഞത് റിസോഴ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് റിസോഴ്സ് സൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റിസോഴ്സസുകളാണ്. ഈ ടൈമൊക്കെ വളരെ ലിമിറ്റഡ് ആണല്ലേ? അപ്പം ഇതൊക്കെ ലിമിറ്റഡ് ആണെന്നാണ് പറഞ്ഞത്. റിസോഴ്സസ് ലിമിറ്റഡും ഈ റിസോഴ്സസിന് തന്നെ ഓൾട്ടർനേറ്റീവ് യൂസസും ഉണ്ട്. ഇതാണ് സ്കേഴ്സിറ്റി, ഇതാണ് പ്രോബ്ലം. ഓക്കെ, ഒരു എക്കോണമിയിലത്തെ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കണോമിക്സിൻ്റെ ഏറ്റവും വലിയ 2 തൂണുകൾ ഏതൊക്കെയായിരുന്നു? റിസോഴ്സ് എന്ന് പറഞ്ഞത് ലിമിറ്റഡ് ആണ്, ഫൈനൈറ്റ് ആണ്. വാണ്ട്സ് ഓഫ് എ സൊസൈറ്റി എന്താണ്? ഇൻഫൈനൈറ്റ് ആണ്, അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന വേണ്ടാണോ? അല്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി ദീസ് റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്, അതായത് പർപ്പസ് അല്ലെങ്കിൽ ഉപയോഗങ്ങൾ പലതരം ഉണ്ട്. ഓക്കെ, അപ്പോൾ കോളിൻ്റെ ഞാൻ എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഫിനാൻഷ്യൽ റിസോഴ്സ് ആയിട്ടുള്ള മണി ഒന്ന് നോക്കി നോക്കിയാൽ മെനി പർപ്പസസ് ഉണ്ട് അല്ലേ? അതായത് ഇപ്പം ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണോ, സൂപ്പർ മാർക്കറ്റ് തുടങ്ങണോ, മാള് തുടങ്ങണോ, അങ്ങനെ നമ്മൾ കയ്യിൽ ടെക്സ്റ്റൈൽസ് തുടങ്ങണോ, കയ്യിൽ മണി ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ടല്ലോ അതിന്. അപ്പം അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസും പ്രോബ്ലംസും ഒക്കെ വരും, ഡിസിഷൻ പ്രോബ്ലംസ് വരും. ഓക്കെ, അപ്പം അങ്ങനെ ആണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ലോകത്തിൽ റിസോഴ്സൊക്കെ അൺലിമിറ്റഡ് ആണ്. ഇപ്പോൾ കോളും മണിയൊക്കെ ഭയങ്കര അൺലിമിറ്റഡ് ആണെന്ന് വിചാരിക്കും. പിന്നെ പീപ്പിളിന് എല്ലാവർക്കും വാണ്ട്സ് എല്ലാതും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ഓൾ വാണ്ട്സ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും എക്കണോമിക് പ്രോബ്ലം ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ റിസോഴ്സുകൾക്കൊക്കെ ഒരു സിംഗിൾ ഒരൊറ്റ യൂസേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും അവിടെ ഒരു എക്കണോമിക് പ്രോബ്ലം ഇല്ല. ഓക്കെ, പക്ഷെ എപ്പോഴാണ് എക്കണോമിക് പ്രോബ്ലം വരിക? റിസോഴ്സസുകൾക്കൊക്കെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യൂസസ് ഉണ്ട്. അതുപോലെ തന്നെ അതായത് ഇപ്പോൾ നമ്മളെ മണിക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യൂസസ് ഉണ്ട്, സിംഗിൾ യൂസ് അല്ലാതെ. അതുപോലെ തന്നെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചിലത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ ബിസിനസ്സും തുടങ്ങണം എന്നുണ്ട്. അപ്പോൾ പക്ഷെ എനിക്ക് പറ്റുമോ? ഇല്ല. കാരണം എൻ്റെ റിസോഴ്സ് ലിമിറ്റഡ് ആണ്, എൻ്റെ ക്യാഷൊക്കെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഞാൻ അത്രയും സൂക്ഷിച്ചിട്ട് വേണം എൻ്റെ കയ്യിലുള്ള ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ റിസോഴ്സ് ലിമിറ്റഡും അതുപോലെ തന്നെ നമ്മളെ വാണ്ട്സ് അൺലിമിറ്റഡും അതുപോലെ തന്നെ എല്ലാ വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ എക്കണോമിക് പ്രോബ്ലംസ് എറൈസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് എക്കണോമിക് പ്രോബ്ലത്തിൻ്റെ മലയാളം എന്താ? സാമ്പത്തികമായ പ്രശ്നങ്ങൾ. അതെപ്പോഴാണ് വരുന്നത്? റിസോഴ്സസുകൾ കുറവായിട്ടും അതുപോലെ തന്നെ അത് പല ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമുക്ക് ഇറക്കാൻ പറ്റും, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യൂസസ് ഉണ്ടെങ്കിലാണ്. ഓക്കെ, അപ്പം എവരി ഇക്കണോമിക് സിസ്റ്റങ്ങളുണ്ട് അല്ലേ? അതായത് നമ്മൾ ജീവിക്കുന്ന സിസ്റ്റം ഉണ്ടാവുമല്ലോ, എൻവയോൺമെൻറ്റൽ സിസ്റ്റം, എക്കോ സിസ്റ്റം ഒക്കെ നമ്മൾ പറയില്ലേ? അതുപോലെ ഒരു ഇക്കണോമിക് സിസ്റ്റം ഉണ്ട്. ആ ഒരു എക്കണോമിക് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ്? ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ഉണ്ട്, സോഷ്യലിസ്റ്റ് സിസ്റ്റം ഉണ്ട്, മിക്സ്ഡ് ഉണ്ട്. ഓക്കെ, മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ ജോയിൻറ്റ് ആയിട്ട് ക്യാപിറ്റലിസ്റ്റും സോഷ്യലിസ്റ്റും വരുമ്പോഴാണ് അത് മിക്സ്ഡ് ആവുന്നത്. അപ്പം ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ പ്രൈവറ്റ്. ഓക്കെ, പ്രൈവറ്റിൻ്റെ പ്യോർലി പ്രൈവറ്റാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്യോർലി ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ്റിൻ്റെ അടക്കി ഭരണമാണ് അവിടെ, ഗവൺമെൻറ്റിൻ്റെ ഭരണമാണ് അവിടെ. ഓക്കെ, ഈ എല്ലാ ഇക്കണോമിക് സിസ്റ്റത്തിനും
ഈ സെൻട്രൽ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരും. ഈ എക്കണോമിക് സിസ്റ്റം എല്ലാതും സെൻട്രൽ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സെൻട്രൽ പ്രോബ്ലം എന്ത് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഇവരത് ടാക്കിൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രോബ്ലം ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ കൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ അപ്പം ഈ എല്ലാ ഇക്കണോമിക് സിസ്റ്റങ്ങളും ഡീൽ ചെയ്യുന്നത് ഈ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോബ്ലം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സെൻട്രൽ എക്കണോമിക് പ്രോബ്ലത്തിന് തന്നെ സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ എക്കോണമി, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പം ഈ എക്കണോമിക് പ്രോബ്ലത്തിന് തന്നെ നമ്മൾ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 4 രീതിയിൽ 4 ക്ലാസിഫിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. അതായത് എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ 4 എണ്ണമാണ് ശരിക്കും ഉള്ളത്. എന്തൊക്കെ പ്രോബ്ലംസാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എൻ്റെ കയ്യിലുള്ള ഈ ലിമിറ്റഡ് ആയിട്ടുള്ള മണി ഉപയോഗിച്ച് ഞാൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. കുറേ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാമല്ലേ നമുക്ക്, എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. എഡ്യൂക്കേഷൻ വേണമെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാം, ഇപ്പോൾ ഹെൽത്ത് കെയർ വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ മാള് തുടങ്ങാം, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാം, ടെക്സ്റ്റൈൽസ് തുടങ്ങാം, അങ്ങനെ അഗ്രികൾച്ചർ തുടങ്ങാം. എന്തിലേക്ക് വേണമെങ്കിലും നമ്മൾ ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിനെ എംപ്ലോയ് ചെയ്യണം. അപ്പോൾ നമ്മൾ റിസോഴ്സ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ബുദ്ധിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അപ്പോഴും അവിടെ ഒരു പ്രോബ്ലം വരികയല്ലേ, വാട്ട് ടു പ്രൊഡ്യൂസ്. ഇപ്പോൾ നമ്മളെ ബിൽ ഗേറ്റ്സൊക്കെ അല്ലെങ്കിൽ അംബാനിയൊക്കെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള പ്രോബ്ലമൊക്കെ കടന്നു വന്നവരാണ് അവരൊക്കെ. ഓക്കെ, അപ്പം ഇനി ഹൗ ടു പ്രൊഡ്യൂസ്, ഇതൊക്കെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. നെക്സ്റ്റ്, അപ്പം ഒരു സംഭവം കിട്ടി, അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ കേക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി ഹൗ ടു പ്രൊഡ്യൂസ്, ഇത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോഴാണ് ഓൾട്ടർനേറ്റീവ് വേസ് ഉണ്ടല്ലേ ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യാൻ. അതായത് ലേബർ ഇൻറ്റൻസീവ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ് ഉപയോഗിക്കാം അല്ലേ. അപ്പം ഒന്നില്ലെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ലേബർ യൂസ് ചെയ്യാം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അവിടെയും നമ്മൾ ഡിസിഷൻ പ്രോബ്ലംസ് വരും. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് സാമ്പത്തിക തലത്തിലുള്ള പ്രോബ്ലംസ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. ഇനി ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കേക്ക് ലവേഴ്സിന് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ശരിക്കും അറിയണം സൊസൈറ്റിയിൽ ഹൂ ഷുഡ് ഗെറ്റ് ഹൗ മച്ച് എന്നുള്ളത് നമ്മൾ അറിയണം. ആർക്കൊക്കെയാണ് ഇത് കിട്ടേണ്ടത്, എത്രയൊക്കെയാണ് കിട്ടേണ്ടതെന്ന് അറിയണം. ഹൗ ദ ഗുഡ്സ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. കണ്ട, ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ മെമ്പേഴ്സ്. ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്നുള്ളതിലാണ്. ഇനി വാട്ട് പ്രൊവിഷൻസ് ഇഫ് എനി ആർ ടു ബി മെയ്ഡ് ഫോർ എക്കണോമിക് ഗ്രോത്ത്. അതായത് ഇപ്പോഴത്തെ കൺസംഷൻ നമ്മൾ കുറച്ചിട്ട് ഫ്യൂച്ചറിലേക്ക് വേണ്ടി സേവ് ചെയ്യില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ ക്യാപിറ്റലും 1 crore ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യരുത്. കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. ഓക്കെ, സാക്രിഫൈസിങ് ദി കറണ്ട് കൺസംഷൻ ഫോർ ദി ഫ്യൂച്ചർ. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ക്യാപിറ്റൽ ഫോർമേഷനൊക്കെ ഇല്ലേ, അതായത് എപ്പോഴും ഒരു കൺട്രി ഏറ്റവും സമ്പന്നമാണ് എന്നൊക്കെ പറയുന്ന തെളിവാണ് ഈ ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാവുമല്ലോ. ക്യാപിറ്റൽ ഗുഡ്സ് എത്രത്തോളം ആ ഒരു കൺട്രിയിലുണ്ടോ അതിനനുസരിച്ച് ആ ഒരു കൺട്രി അത്രയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയിരിക്കും ആൾക്കാർക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ അത്രയ്ക്കും നല്ലതായിരിക്കും. ഓക്കെ, ഈ ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റലിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഈ മെഷീൻസൊക്കെ ഉണ്ടാക്കാൻ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കറണ്ടായിട്ടുള്ള കൺസംഷൻ കുറയ്ക്കണം. അതായത് കറണ്ടായിട്ട് നമ്മൾ എക്സ്പെൻഡിച്ചർ കുറച്ചിട്ട് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ആ പൈസ എടുത്ത് സേവ് ചെയ്തിട്ട് പിന്നെ അത് ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട്, ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഫ്യൂച്ചറിൽ മെഷീൻസ് ഒന്നും ഉണ്ടാവില്ല. മെഷീൻസ് ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല, ഗുഡ്സും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ ഇപ്പോഴത്തെ കറണ്ട് കൺസംഷൻ കുറച്ചിട്ട് എന്ത് ചെയ്യണം, മെഷീൻസ് ഒന്നും ഫ്യൂച്ചറിൽ ഇല്ലെങ്കിൽ വല്ല പ്രൊഡക്ഷൻ നടക്കുമോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വൈസായിട്ട് തിങ്ക് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, കുറച്ച് പ്രൊവിഷൻ മെയ്ഡ് ചെയ്യണം. അക്കൗണ്ട്സിലൊക്കെ പഠിച്ചില്ലേ, പ്രൊവിഷൻ ഉണ്ടാക്കണം. എന്തിന്, ഇക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഭാവിയിലും നമുക്ക് പ്രൊഡക്ഷൻ നടത്തണം എന്നുള്ളൊരു ചിന്ത ഇപ്പോൾ വേണം. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് 4 ഇക്കണോമിക് പ്രോബ്ലംസ്.
ഇപ്പോൾ ഇനി അടുത്ത് നോക്കിയാൽ ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് മാൻ മെയ്ഡ് ഗുഡ്സ് ആണ്, അതിന് ഇൻ്റർമീഡിയറി ഗുഡ്സ് എന്നും പറയും. അതിൽ പെട്ടതാണ് മെഷീൻസ്, ഇക്വിപ്മെൻറ്റ്സ്, ഡാംസ്. കണ്ടോ, ഡാംസ് എന്ന് പറഞ്ഞത് ആർക്കെങ്കിലും അറിയാമായിരുന്നു അതൊരു ക്യാപിറ്റൽ ഗുഡാണെന്നുള്ളത്? യെസ്, അതൊരു ക്യാപിറ്റൽ ഗുഡാണ്. ബിക്കോസ് അത് പവർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും അല്ലേ ഡാംസിനെ. ഇൻ്റർമീഡിയറി ഗുഡായിട്ട് ഗുഡ്സ് യൂസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നതൊക്കെ ക്യാപിറ്റൽ ഗുഡ്സ്. പിന്നെ കൺസ്യൂമർ ഗുഡ്സ് അറിയാലോ, സെൽഫോൺസ്, ടൂത്ത് പേസ്റ്റ്, അങ്ങനെയുള്ള സാധാരണ ഗുഡ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനൊരു മോട്ടിവേഷൻ ആവും. അപ്പോൾ എല്ലാവരും ആരും കണ്ടുപോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നാണല്ലോ കാണുന്നത്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് വീണ്ടും മോട്ടിവേഷൻ ആവും. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ വേഗം വേഗം അപ്ലോഡ് ആക്കും.